അപ്പോൾ ഞങ്ങൾ കാട്ടുകൂടി ഇങ്ങനെ പോകുമ്പോൾ ചെന്നായിക്കൂട്ടം ഇതിനൊക്കെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരെണ്ണം ബാക്കി ഓടി ഞങ്ങളുടെ മുന്നിൽ വന്ന് പൊട്ടു. അങ്ങനെ പൊക്കി. അത് കുഞ്ഞായിരുന്നോ? കുഞ്ഞ് ഇത്ര എണ്ണേ ഉള്ളൂ. അതിനെ കൊണ്ടുവന്ന് പാലൊക്കെ വാങ്ങിക്കൊടുത്ത് തോളത്ത് കിടത്തി. സുന്ദരി എനിക്ക് നമുക്ക് പോവാ, ചോറ് കഴിക്കണ്ടേ? നിനക്ക് ഭക്ഷണം വേണ്ട? സുന്ദരി അവരിപ്പോൾ വരും കേട്ടോ. മഴക്കാലമായി ആന ഇഷ്ടം പോലെ ഇവിടെ വരും. നമ്മളെ ഈ വീടിനോട് വരും. എൻ്റെ ഷെഡ് എത്ര പ്രാവശ്യം തട്ടിയതാ. അത് കുറച്ചവരൊക്കെ വന്നു, പിന്നെ കാവലായി. ഉത്സവത്തിന് ഫുൾ ടൈം നിന്നോ അവിടെ? ഫുൾ ടൈം നിന്നു. എല്ലാവരും വന്ന് നോക്കിയിട്ടുണ്ടാവും അല്ലേ? പിന്നെ എത്ര ജനങ്ങൾ ഫോട്ടോ എടുക്കുന്നു. ഫോട്ടോ എടുക്കും അല്ലേ? ആണോ? രണ്ടുപേരും ഒരുമിച്ചാ കിടക്കുന്നത് അല്ലേ? ഇവന്റെ പേരെന്നാ? ടൈഗർ. ടൈഗർ. സുന്ദരി. ഹായ്, നമസ്കാരം. ഷൈജു ആണ്. ഞാൻ വയനാട്ടിലാണ്. വയനാട്ടിൽ പുൽപ്പള്ളിക്കടുത്ത് 17 ഏക്കർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ വന്നതാണ്. അവിടെ വന്ന് ഒരാളെ പരിചയപ്പെടാൻ വന്നതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏകദേശം ഒരു വർഷത്തിനൊക്കെ മുമ്പായിട്ട് കാട്ടിലേക്ക് പോവുകയും അവിടെ ചെന്നായ്ക്കൾ കടിച്ചു കയറാൻ നിന്ന ഒരു കാട്ടുപന്നി കുഞ്ഞിനെ അവിടുന്ന് എടുത്തുകൊണ്ട് വന്ന് സ്വന്തം വീട്ടിൽ വളർത്തുകയും ആ പന്നിയുമായിട്ട് നല്ലൊരു ഹൃദയബന്ധം ഉണ്ടാവുകയും ചെയ്ത കാളൻ ചേട്ടൻ. അപ്പോൾ കാളൻ ചേട്ടനെ കാണാൻ വന്നതാണ്. അതിൻ്റെ വിശേഷങ്ങളാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കാളൻ ചേട്ടനല്ലേ? കാളൻ ചേട്ടനെ കാണാമെന്ന് വന്നാ. കാളൻ ചേട്ടൻ ഒരു സംഭവത്തിനെ വളർത്തുന്നുണ്ടെന്ന് അറിഞ്ഞു. അത് ഞങ്ങൾ മഴക്കാലത്ത് കൂണുണ്ടാകുന്ന സമയമാണ്. കൂണ് തേടി പോയപ്പോൾ ചെന്നായ്ക്കൾ കൂട്ടം. കൂണുണ്ടാവും മഴക്കാലത്ത്, കർക്കിടക മാസമൊക്കെ. അപ്പോൾ ഞങ്ങൾ കാട്ടുകൂടി ഇങ്ങനെ പോകുമ്പോൾ ചെന്നായിക്കൂട്ടം ഇതിനൊക്കെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരെണ്ണം ബാക്കി ഓടി ഞങ്ങളുടെ മുന്നിൽ വന്ന് പൊട്ടു. അങ്ങനെ പൊക്കി. അത് കുഞ്ഞായിരുന്നോ? കുഞ്ഞ് ഇത്ര എണ്ണേ ഉള്ളൂ. കാട്ടുപന്നി അല്ലേ? എങ്ങനെ രക്ഷിച്ചു അതിനെ അവിടുന്ന്? അതിനെ കൊണ്ടുവന്ന് പാലൊക്കെ വാങ്ങിക്കൊടുത്ത് തോളത്ത് കിടത്തി എൻ്റെ കൂടെ കിടന്ന് ഉറങ്ങുള്ളൂ. അപ്പോൾ കയ്യിലെടുത്തോണ്ട് വരുമായിരുന്നു അവിടുന്ന്? ആണോ? തീരെ കുഞ്ഞ് കൈ വന്നുള്ളൂ. എത്ര നാളായത്? ഇപ്പോൾ ഏതാണ്ട് കർക്കിടക മാസത്തിലാകുമ്പോൾ ഇപ്പോൾ എത്ര മാസമായി കാണും? കർക്കിടക മാസത്താണ് കിട്ടിയത്. ഒരു കൊല്ലം ആയോ? ഇല്ല, ഒരു വർഷമായിട്ടില്ല. അപ്പം അതിനെന്നാ കൊടുക്കുന്നത്? തീറ്റയൊക്കെ? തീറ്റ ചോറ് കൊടുക്കും, പിന്നെ കോഴി വേസ്റ്റ് വാങ്ങിക്കൊടുക്കും, പിന്നെ എന്ത് പലഹാരം കൊടുത്താലും തിന്നും. ആണല്ലേ? ഭയങ്കര സ്നേഹമാണ്. നല്ല സ്നേഹമാണ്. ഞാൻ എവിടെ പോയാലും ടൗണിൽ ഉത്സവത്തിനൊക്കെ പോയിട്ടുണ്ട്. അവരും കൂടെ വരും? ഉത്സവത്തിന് കൊണ്ടുപോയി. കിടക്കുന്നൊക്കെ ഒരുമിച്ചാ? ഇല്ല, ഇപ്പോൾ പുറത്തായി. ഇപ്പോൾ തോട്ടത്തിൽ കിടക്കുന്നു. ഇപ്പോൾ വലുതായില്ല, ഒത്തിരി ഉണ്ട്. നേരത്തെ ഇതിനകത്തായിരുന്നല്ലേ? നേരത്തെ ഞങ്ങൾ കൂടെ കിടക്കുള്ളൂ. ഇവിടെ ആരൊക്കെ ഉണ്ട് ചേട്ടാ താമസം? ഞാനും ഒരു മകനും മകൻ്റെ ഭാര്യയും. ആണല്ലേ? പേരുമല്ലോ കേട്ടോ? സുന്ദരി. അടിപൊളി. അപ്പൊ സുന്ദരിക്ക് നമുക്കൊന്ന് കാണാൻ പറ്റുമോ? സുന്ദരി എവിടെ ഉണ്ട്? റോട്ട് തന്നെ ഉണ്ട്. ഇത് ഇത് കാടല്ലേ? ഇത് വനക്കാടായിരുന്നു. ഇത് ഫോറസ്റ്റ് വകുപ്പിൽ പെട്ടതായി, കാപ്പി തോട്ടം. ആണല്ലേ? ആ സൈഡെല്ലാം കാടാ അല്ലേ? അതൊക്കെ കാടാ. അത് കുറഞ്ഞു. ഇന്നലെ ഇത്ര കൂടുതലായിരുന്നു. ഇപ്പൊ എന്നാ പറ്റി സുന്ദരിക്ക്? എന്നാ പറ്റി? അതെന്തോ പറ്റിയെന്ന് അറിയില്ല. ഇന്ന് രാവിലെ വീട്ടിൽ പറഞ്ഞു അത് ഈ ചോർച്ച കിടക്കുന്നു. കിടപ്പാണോ? ഇപ്പൊ കിടക്കുന്നു. ഇപ്പൊ അവിടെ നിന്ന് എത്തി വന്ന എൻ്റെ കൂടെ. ഞാനിവിടെ പണിയാ. അപ്പൊ അത് വന്ന് എൻ്റെ അടുത്ത് കിടക്കുന്നു. സുന്ദരി വിളിച്ച അപ്പ കേക്കും. ഇതാണ് സുന്ദരി. സുന്ദരി നിന്നെ കാണാൻ വന്നതാ. തീരെ വയ്യാൻ തോന്നുന്നു. അവിടെ ചോറ് തിന്നിട്ട് വന്നാ. കളിക്ക്. ഇന്ന് വല്ലതും കഴിച്ചോ സുന്ദരി? ചോറ് കൊടുത്തു. ആണോ? ചോറ് കഴിച്ചു. എന്ത് പറ്റിയാന്ന് അറിയത്തില്ലല്ലേ? കാട്ടിലല്ലേ നടക്കുന്നത്, എന്ത് തിന്നിട്ടുണ്ടാവും. എല്ലാം എണീറ്റൊക്കെ നടക്കുന്നതല്ലേ? ഓടി നടക്കും. സുന്ദരി എന്ന് വിളിച്ചാൽ ഓടി വരും. ഒരു പട്ടി കുഞ്ഞുണ്ട്, അത് ഇപ്പൊ രണ്ടും ഒന്നിച്ച് കിടക്കുന്നു. ഇപ്പോൾ നമ്മളെ കണ്ടപ്പോൾ പേടിയാന്ന് തോന്നുന്നു. പിന്നെ കാട്ടിലേക്ക് തിരിച്ചു പോകത്തില്ലല്ലേ? ഞങ്ങൾ കൊണ്ട് കളഞ്ഞതാ. എവിടെ? ഏത് കാടായിരുന്നു? ഇവിടെ അതാണോ? എസ്റ്റേറ്റ് പാമ്പരല്ലേ? പാമ്പര എസ്റ്റേറ്റിനാണ് കിട്ടിയത്. അവിടെ നിന്നാണ് കിട്ടിയത്. അവിടെ പോയി കിടക്കാൻ പോകാൻ തോന്നുന്നു. സുന്ദരി
സുന്ദരിയുടെ പുറകെ താണ്ടേ എൻ്റെ പുറകെ വേറെ ആളിവിടെ വരുന്നു. ഇതാണ് അതിൻ്റെ കൂടെ നടക്കുന്നത്. ഇവര് കമ്പനിയാണോ? ആ ഹാ ഹാ, രണ്ടുപേരുടെ കമ്പനിയാ അല്ലേ? കിടക്കുള്ളൂ. ആണോ? രണ്ടുപേരും ഒരുമിച്ചാ കിടക്കുന്നത് അല്ലേ? ഇവൻ്റെ പേരെന്നാ? ടൈഗർ. ടൈഗർ. ഓ, ടൈഗറും സുന്ദരി. സുന്ദരി ഒരു വയസ്സായില്ലല്ലേ? ഇതിൻ്റെ കൂടെ ഉള്ളവനെല്ലാം ചെന്നായി കൊണ്ടുപോയി. കൊണ്ടുപോയി. അപ്പം നമ്മളവിടെ എന്തിനു പോയതായിരുന്നു? കൂണ് തേടി പോയതല്ലേ? കൂണ് തേടി അല്ലേ? കൂണ്. ആ സമയത്ത് കൂണുണ്ടാവും. മഴയത്തല്ലേ? മഴക്കാലത്ത് കർക്കിടക മാസത്തിൽ കൂണുണ്ടാവും സമയം. ഓഹോ, കൂണ് തേടി പോയതാ. അപ്പോഴാണ് കണ്ടത്. അവിടുന്ന് തോളത്തെടുത്തേക്ക് കൊണ്ടുവന്ന് ഇവിടെ വളർത്തി 2-3 ദിവസത്തിന് ബുദ്ധിമുട്ടായിരുന്നു. കൊണ്ടുവന്നപ്പോൾ എന്നാ പറഞ്ഞു വീട്ടുകാരൊക്കെ? വീട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമായില്ലേ? ഇഷ്ടമായി. ഞാൻ ഒരു ദിവസം കൊണ്ട് വിട്ടതാ. സുന്ദരി പതുക്കെ നടക്കുന്നു. ഒന്നും ചെയ്യില്ല. ഇല്ല. എന്നെ ഒരു പേരെ കൊടുത്ത് ഞാൻ പൊക്കത്ത് കയറി. ഓ, പിന്നെയും കടന്ന് സുന്ദരി. ആ എന്നാ? ഓ, കോട്ടയത്തുനിന്ന് വന്നാണെന്ന്. ആ, ഓ, സംസാരിക്കുവാണോ? എന്താണ് ചോദിക്കുന്നത്? അപ്പോൾ കാളം ചേട്ടൻ്റെ സുന്ദരി അല്ലേ? കാളം ചേട്ടൻ എത്ര കാലം ഇവിടെ? ഞാനിവിടെ വർഷത്തോളായി. ഇവിടെ തന്നെ ജനിച്ചു വളർന്നൊക്കെ. കാടായി വീടായി. ഗവൺമെൻറ്റിൻ്റെ കാപ്പിത്തോട്ടം. ഗവൺമെൻറ് കാപ്പിത്തോട്ടം തന്നെ ഇത്. അതിൽ പഠിക്കൊക്കെ പോകാറുണ്ട്. ഇപ്പം എത്ര പ്രായമായി? എനിക്ക് 10-68 വയസ്സായി. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ വീട്ടിലാണ് താമസമൊക്കെ? അത് എവിടെ പോവില്ല, എവിടെ കൊണ്ട് വിട്ടാലും പോവില്ല. ടൗണിലൊക്കെ കൊണ്ട് എത്ര പ്രാവശ്യം നടന്നിട്ടുണ്ട്. നമ്മുടെ ടൈഗർ ജോസ് എന്ത് പറയുന്നു? ടൈഗർ എപ്പോഴും ഭയങ്കര കൂട്ടായിരിക്കും. ടൈഗർ എവിടെ പോവില്ല, പുറകുന്ന വിട്ടു പോവില്ല. അത് വലിയ കട. അവിടെയൊക്കെ ആൾ താമസമുണ്ട്. അവിടെ നിന്ന് വല്ല മൃഗങ്ങളൊക്കെ വരുമോ? പിന്നെ എന്തൊക്കെ വരും. മഴക്കാലമൊക്കെ ആന ഇഷ്ടം പോലെ ഇവിടെ വരും. നമ്മളെ ഈ വീടിനോട് വരും. എൻ്റെ ഷെഡ് എത്ര പ്രാവശ്യം തട്ടിയതാ. അത് പുറത്തുവരൊക്കെ വന്നു. പിന്നെ കാവലായി. പിന്നെ വാഴക്കൃഷി, ഇഞ്ചി കൃഷി ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പോൾ ഒന്നും പറ്റില്ല. ആന ഉത്സവത്തിനുണ്ടോ ഇതിനെ? ഉത്സവത്തിൽ പോയി ഞങ്ങൾ ആൾക്കാരെ പ്രശ്നം ഉണ്ടാക്കിയോ? ഇല്ലല്ലേ? ഉത്സവത്തിന് ഫുൾ ടൈം നിന്നോ അവിടെ? ഫുൾ ടൈം നിന്നു. എല്ലാവരും വന്ന് നോക്കിയിട്ടുണ്ടാവും അല്ലേ? പിന്നെ എത്ര ജനങ്ങൾ ഫോട്ടോ എടുക്കുന്നു. ഫോട്ടോ എടുക്കും അല്ലേ? വണ്ടിയിൽ ഞങ്ങൾ കയറി പോവും. ഓട്ടോയിൽ കയറും. മരുന്ന് മേടിച്ചു കൊടുത്തോ? മരുന്നൊന്നും കൊടുത്തില്ല. അതിന് എന്താ രോഗം നമുക്കൊന്ന് പിടിക്കിട്ടണ്ടേ. എന്ത് പ്രശ്നം കൊടുത്തു? ഇന്നലെ കോഴിൻ്റെ കാലും തലയൊക്കെ ആയിരുന്നു. ഞാൻ എപ്പോഴും കൊണ്ടു കൊടുക്കുന്ന ഒരു കുഴപ്പമില്ല. അതേപോലെ ഇന്നലെ കൊണ്ട് കൊടുത്തു. സുന്ദരി, നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം മാത്രമേ കഴിക്കൂ അല്ലെങ്കിൽ പുറത്ത് കഴിക്കൂ? പുറത്ത് പോയി എന്നെ കുത്തി തിന്നാൻ അറിയില്ല. കുഞ്ഞു പോലെ കൊണ്ടുവന്നല്ലേ. മറ്റേ നിങ്ങൾ ഇതിനെ കൂട്ടുള്ള കുത്തി തിന്ന പോലെ തിന്നില്ല. പിന്നെ കൊല്ലിക്കൂട്ടൊക്കെ വന്നാൽ ഞങ്ങളുടെ പുറകെ വരും. സുന്ദരി, എനിക്ക് നമുക്ക് പോവാ. ചോറ് കഴിക്കണ്ടേ? നിനക്ക് ഭക്ഷണം വേണ്ട? സുന്ദരി, അവരിപ്പോൾ വരും കേട്ടോ. ഇപ്പോൾ വരോടോ. ആരെ നോക്കിയിരിക്കുക? പെണ്ണേ ആശുപത്രി പോയിട്ടുണ്ട്. മരുമകള്. അതിനൊക്കെ അവൾ കാത്തിരിക്കുകയാണ്. അവള് വന്ന എന്തെങ്കിലും മേടിച്ചോണ്ട് വരും കഴിക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? എല്ലാവർക്കും ഇഷ്ടം. അതേ സ്ഥലത്ത് തന്നെ കിടന്നു കേട്ടോ. അതെ, മാസം പോയത് ആണല്ലേ? പെട്ടെന്ന് റെഡി ആവുമായിരിക്കും അല്ലേ? ഓ, റെഡി ആകണ്ട. ശരിയായിക്കോളും. പോസ്റ്റുകാർ വന്ന് പറഞ്ഞു ടൗണിൽ കൊണ്ടുവരണ്ട, വണ്ടി ഇടിക്കുന്നു. നടന്നു പോയല്ലേ? ഇത് നടന്നിപ്പോ അടിക്കൊന്നും ഒരു പേടിയില്ല. അത് കയറിക്കോളും, നമ്മളൊന്നും നോക്കണ്ട. അല്ല, റോഡ് കൂടെ ഇറങ്ങി നടക്കുമ്പോ ഓട്ടോയിലൊക്കെ ചാടി കയറുമോ? ഓട്ടോയിൽ ഞാൻ പിടിച്ചാൽ മതി. അപ്പൊ നമുക്ക് സുന്ദരിയും അല്ലേ? അവിടെ അപ്പത്തെ ടൈഗറും നമ്മുടെ കൂട്ടാ. അത് നമ്മുടെ കൂട്ടാ. അപ്പോൾ സുന്ദരിയുടെ അസുഖമൊക്കെ മാറട്ടെ. ഞങ്ങൾ ഒന്നുകൂടെ വരാം കേട്ടോ സുന്ദരി. അതെ, സുന്ദരിക്ക് ഞങ്ങൾ ബിസ്ക്കറ്റൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. സുന്ദരി, ബിസ്ക്കറ്റൊക്കെ ആയിട്ട് ഞങ്ങൾ ഒന്നുകൂടെ അത് വരാം.